ബാധിച്ചു എന്നതാണ്. ജനങ്ങളാകെ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതനുസരിച്ച് അവർ വിധി എഴുതുകയും ചെയ്തിരിക്കുകയാണ്. ഇത് CPM-ന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും ധിക്കാരത്തിന്റെയും ദാസ്യത്തിന്റെയും അതോടൊപ്പം തന്നെ അവർ സ്വീകരിച്ച തെറ്റായ നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയതാണ്. കേരളത്തിൽ വിസ്മയങ്ങളുണ്ടായി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആ വിസ്മയങ്ങളുടെ അടിസ്ഥാനത്തിൽ CPM-ന്റെ UDF-നോട് ചേർന്ന് മത്സരിച്ചവർ ഏതാണ്ട് മിക്കവാറും എല്ലാവരും വിജയിച്ചിരിക്കുകയാണ്. ഒന്നോ രണ്ടോ പേർ 8-3 പേർ പരാജയപ്പെട്ടുവെങ്കിലും വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെട്ടത്. സുരേഷ്, അഭിലാഷ്, നമുക്ക് എന്തായാലും ഇപ്പൊ സ്ക്രീനിലേക്ക് നോക്കൂ. അതായത് നേരത്തെ രഞ്ജിത്ത് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് റോഷി അഗസ്റ്റിൻ കൂടി പരാജയപ്പെട്ടു. മന്ത്രിമാരുടെ പട്ടിക പറയുമ്പോഴാണ് അവിടെ ഘടകകക്ഷികളുടെ മന്ത്രിമാരും വലിയ തോൽവിയാണ്. അതാണ് ശശീന്ദ്രൻ തോൽക്കും, ഗണേഷ് കുമാർ ഏതാണ്ട് തോൽവി ഉറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ മുന്നണികൾക്ക് കടന്നപ്പള്ളി തോറ്റുപോകുന്നു. അങ്ങനെ ഏതൊക്കെ മന്ത്രിമാരാണോ ഇത്തവണ മത്സരരംഗത്തുണ്ടായിരുന്നത്, അങ്ങനെ പിണങ്ങിപ്പോയൊരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, മണ്ഡലം മാറി തവനൂര് താനൂർ, അദ്ദേഹവും തോറ്റും. അങ്ങനെ കായിക മന്ത്രി അടക്കം മെസ്സിയെ കൊണ്ടുവരുന്നതിലും തോറ്റു, തെരഞ്ഞെടുപ്പിലും തോറ്റു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അങ്ങനെ വലിയ വിജയം. അതായത് ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ 100K ലൈക്കുമായി UDF തൂക്കി. കേരളം തൂക്കി എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള വിജയമാണ്, അങ്ങേറ്റം ആധികാരികമാകുന്ന വിജയം. ഒരുപക്ഷെ കഴിഞ്ഞ ഇടത് സർക്കാരിനേക്കാൾ 99 എന്ന ആ മാജിക് ഫിഗറിനെ പോലും മറികടക്കുന്ന വലിയ പ്രകടനത്തിലേക്ക് ഇപ്പോൾ UDF പോകുന്നു എന്നതാണ്. നമുക്ക് ദേശീയ തലത്തിലേക്ക് ഒന്ന് പോയി വരണം അഭിലാഷ്. കുറച്ചു നേരമായി സംസാരിച്ചിട്ട് നമുക്ക് വിജയെ കുറിച്ച് സംസാരിച്ച് അങ്ങോട്ട് കോരിത്തരിക്കണം. അതായത് വിജയ് 111 സീറ്റുകളിൽ വിജയിക്കുകയാണെന്നേ. ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ വിജയ്, ഞാനൊരു വലിയ വിജയ് ഫാനാണ്. വിജയ് ഫാൻസിന്റെ ഒക്കെ ശരിക്കും വിജയെ സിനിമയിൽ കാണാനാണ് നമുക്ക് ഇഷ്ടമെങ്കിലും, സിനിമയിൽ വിജയുടെ പടങ്ങളൊക്കെ കണ്ട് ത്രസിക്കാനാണ് ഇഷ്ടമെങ്കിലും, പക്ഷെ മുഖ്യമന്ത്രിയായി കൂടി വിജയ് വരികയാണ്. എന്തായാലും മുഖ്യമന്ത്രിയാകും തമിഴ്നാടിന്റെ. അമ്പയെ പരാജയം DMK-ക്ക് സംഭവിക്കുന്നു. സ്റ്റാലിൻ തോറ്റെന്ന് തോന്നല്ലേ? സ്റ്റാലിൻ തോറ്റു. ക്ഷമിക്കണം, പിണറായി വിജയൻ പുറകോട്ട് ഇടയ്ക്ക് പോയി തോൽക്കുന്നത്.